കോതമംഗലം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ പുതിയ സ്മാർട്ട് അങ്കണവാടി തുറന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിച്ചു. തോമസ് പോൾ പടിക്കാട്ട് എന്ന വ്യക്തി സംഭാവനയായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് ഗ്രാമപഞ്ചായത്ത് മനോഹരമായ സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചത്. 30 ലക്ഷം രൂപയോളമാണ് വിവിധ വർഷങ്ങളിലായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനായി ചെലവഴിച്ചത്. അംഗനവാടി സ്മാർട്ടാക്കുന്നതിനുള്ള തുക ബ്ലോക്ക് പഞ്ചായത്തും വകയിരുത്തി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു സ്വപ്ന സമാനമായ നിലയിൽ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തേതായതുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ അതിന്റെ പണി പൂർത്തീകരിച്ച് നമ്മൾ അതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്കുള്ള ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് ഈ പഞ്ചായത്തിന്റെ എല്ലാ അംഗൻവാടികളും ഉന്നത നിലവാരത്തിൽ എത്തിച്ചതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ, അംഗങ്ങളെ, ഓരോ കാലഘട്ടങ്ങളിൽ അതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയതായ എല്ലാ സൗകര്യങ്ങളും നൽകിയ നമ്മുടെ ICDSന്റെ ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ഇച്ഛാശക്തി, അവരുടെ ആ ഒരു ആത്മവിശ്വാസം, അക്കാര്യത്തിൽ അവർക്കും പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് CP മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. 6ാം വാർഡിലെ വിവിധ മേഖലകളിൽ പ്രതിഭകളായ മികച്ച പബ്ലിക് ഹെൽത്ത് നഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ജിമോൾ എൽദോസിനെയും, പോൾ വോട്ടിൽ ദേശീയ സ്വർണ്ണ മെഡൽ ജേതാവ് ജീന ബേസിലിനെയും, മികച്ച അംഗനവാടി വർക്കർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് PK രാധിക ടീച്ചറിനെയും, അംഗനവാടിക്കായി സ്ഥലം വിട്ടു നൽകിയ തോമസ് പോൾ പടിക്കാടിനെയും ചടങ്ങിൽ MP ആദരിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് ഏജന്റ് സൂചിപ്പിച്ചതുപോലെ 4 സെന്റ് സ്ഥലം ഫ്രീ ആയി നൽകി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ വളരെ മനോഹരമായ ഒരു അംഗൻവാടിയാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാനിതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഏജന്റും പഞ്ചായത്ത് പ്രസിഡന്റും MPയും വളരെ വിശദമായി സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 10 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന 206 അംഗൻവാടികൾ ഉൾപ്പെടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വരികയാണ്. കുടുംബശ്രീയിലെ കുട്ടികളുടെ ഗ്രൂപ്പായ ബാലസുബ്ര യൂണിറ്റിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സൈജൻ ചാക്കോ ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി, ഉഷ ശിവൻ, ജിൻസി മാത്യു, രാജേഷ് കുഞ്ഞുമോൻ, തോമാച്ചൻ ചാക്കോച്ചൻ, ജിൻസിയ ബിജു, ICD സൂപ്പർവൈസർ രാജി N നായർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജയ്മോൻ ജോസ്, PAM കരീം, ബിനോയ് ബ്ലായിൽ, വർഗീസ് ചേറാടി, ലിനോ തോമസ്, എൽദോസ് പ്ലാൻകുടി, AP സാബു, അംഗനവാടി വർക്കർ ലൈസ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കൊരു സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ വേണമോ അതെല്ലാം നമ്മൾ അംഗനവാടികൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വരുന്ന ഒരു തലമുറ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ അംഗൻവാടികളിൽ നിന്നാണ്. അത് നന്നായി തുടങ്ങിയാൽ അവരുടെ ഭാവിയും അവസാനവും ശുഭകരമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ നാടിന്റെ ഒരു വികസനം ശരിയായ രീതിയിൽ പോകുന്നുമെങ്കിൽ നമ്മുടെ വരുന്ന ഒരു തലമുറ ആ പാതയിൽ കൂടി വളർന്നു വരേണ്ടതുണ്ട്. എന്റെ പ്രിയ സുഹൃത്ത് സൈജന്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മുൻ ഭരണസമിതിയുടെ സമയത്ത് തുടങ്ങി വെച്ചു. ഈ ഭരണസമിതിയുടെ സമയത്ത് തുടർന്ന് വന്ന പരിപാടികൾ ഇതിപ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്ന സമയത്താണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി, കോതമംഗലം.